ഞാൻ ദേ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ടാണ് പോകുന്നത്. നാളെ ശബരിമലയ്ക്ക് പോകുന്നതിനോടനുബന്ധിച്ച് അയ്യപ്പന്മാരുടെ കഞ്ഞി വീത്ത് ഇന്ന് അമ്പലത്തിൽ വെച്ച് നടത്തുവാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കും ദേ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വശത്താണെങ്കിൽ ദേ കറിക്കുള്ള സാധന സാമഗ്രികളെല്ലാം അരിഞ്ഞു പറക്കി റെഡിയാക്കി കൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാനും അതിലോട്ടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പം ദേ നമ്മളെ വെള്ളം തിളച്ചപ്പോഴത്തേക്കും ദേ നമ്മളെ ആദ്യം തന്നെ നമ്മളെ കന്നി അയ്യപ്പന്മാരെ കൊണ്ട് തന്നെയാണ് ആദ്യം അരി. വീട്ടിൽ നിന്ന് ഇപ്പോൾ സുനിയണ്ണ മാത്രമേ പോകുന്നുള്ളേ, മക്കളെ കൊണ്ട് പോകുന്നില്ല കേട്ടോ. അപ്പം ദേ 11 മണിയായപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ റെഡിയാക്കി. കഞ്ഞിക്കുള്ള അരി വെന്ത് റെഡിയായപ്പോഴത്തേക്കും നമ്മൾ 3 തേങ്ങ തിരുമിയതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനെ ഇളക്കിയിട്ട് നമ്മൾ ഈ അരി വെന്തതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ഈ അരി കാച്ചി തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഞ്ഞി അപ്പോഴത്തേക്കും അങ്ങ് റെഡിയായി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു വശത്തേക്കും ഇതുള്ള നമ്മളെ കറിയും റെഡി ആക്കിയിട്ടുണ്ട്. ഈ കറിയിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും ഇട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ തേങ്ങയും ഇട്ട് വറുത്ത് ഈ ബ്രൗൺ കളറായപ്പോഴത്തേക്കും അതിനെ എടുത്ത് നേരെ നമ്മളെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഇട്ട് നല്ല ഇളക്കി നല്ല അടിപൊളിയാക്കി നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം കഞ്ഞി ദേ ഇവിടെ നേദിക്കുവാണ്. നേദിച്ചതിന് ശേഷം ദേ കറിയും കഞ്ഞിയും കൂടെ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് എല്ലാവരും ദേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉള്ള കഞ്ഞി വീത്തെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആഘോഷമായിട്ടാണ് മാറുന്നത്. ഒരു കല്യാണത്തിന് സദ്യ ഒരുക്കുന്നത് പോലുള്ള ഒരു ആഘോഷമാണ് പണ്ടൊക്കെ നടക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു പഴയകാല ഓർമ്മകൾ മാത്രമായി മാറും. പിറ്റേ ദിവസം ഇരുമുടി കെട്ട് നിറച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെയും കൂടി വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ അതേ കന്നി അയ്യപ്പനെ കൊണ്ട് തന്നെയാണ് ആദ്യം ഇരുമുടി കെട്ട് നിറയ്ക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇരുമുടി കെട്ട് നിറയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ വെച്ച് 12 പേര് കെട്ട് നിറയ്ക്കുന്നുണ്ട്. ഇരുമുടി കെട്ടെല്ലാം നിറച്ചതിന് ശേഷം ആദ്യം കന്നി അയ്യപ്പൻ്റെ തലയിൽ തന്നെയാണ് കെട്ട് താങ്ങി കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കെട്ടും താങ്ങി നേരെ ശബരിമലയിലേക്ക് യാത്ര തിരിക്കുവാണ്. പോകാനുള്ള വാൻ ഇന്നലെ തന്നെ ക്ഷേത്രത്തിൽ അലങ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് കയറാതെ കുറച്ച് ദൂരം നടന്ന് മെയിൻ റോഡിൽ നിന്ന് കയറുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് എല്ലാ അയ്യപ്പന്മാരും ഇരുമുടി കെട്ടും തലയിൽ താങ്ങി മെയിൻ റോഡിൽ വന്നിട്ടാണ് പിന്നെ ബസ്സിൽ കയറുന്നത്. ഇവരെല്ലാം തന്നെ സത്രത്തിൽ ചെന്നിട്ട് പുൽമേട് വഴി പിന്നെ നടന്നാണ് പോകുന്നത്. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെയാണ് പുൽമേട് കയറ്റി വിടുന്നത്. അപ്പോൾ ദേ എല്ലാവരും ബസ്സിലോട്ട് കയറുവാണ്. അങ്ങനെ ഞങ്ങളും അവരെ യാത്രയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഡബ് ചെയ്യുന്ന സമയത്തേക്ക് ഇവരെല്ലാം മലയ്ക്ക് പോയി നല്ല രീതിക്ക് സുഖയാത്രയിൽ പോയി ദർശനമൊക്കെ നല്ല രീതിക്ക് കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.